അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം പരീക്ഷണ ഹാളിലാണ്. അതുകൊണ്ട് ഈ പരീക്ഷണ ഹാളിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷിക്കുന്ന പരീക്ഷണത്തിൽ നാം റാങ്ക് നേടാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പാശ്ചാത്തപിച്ചുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നതായ ഈ പരീക്ഷണങ്ങൾ അവരെ ഹസനാത്തുകൾ കൊണ്ട് പരിശോധിക്കും. അതെ, ഹസനാത്തുകൾ കൊണ്ട് അള്ളാഹു നമ്മെ പരിശോധിക്കും, സയ്യാത്ത് കൊണ്ടും പരിശോധിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ ശൈലിയാണ്. അപ്പോൾ ഹസനാത്തുകളിൽ കൂടിയുള്ള പരിശോധനയാവട്ടെ, സയ്യാത്തിലൂടെയുള്ള പരിശോധനയാവട്ടെ, ആ പരീക്ഷണങ്ങളിലെല്ലാം നാം വിജയിക്കുവാനും അതിന്റെ മുമ്പിൽ വെപ്രാളം കാട്ടാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ട് വരുന്നത് വരട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ കൈകൊള്ളുവാനും, എന്ന് മാത്രമല്ല അതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുവാനും, എന്നിട്ട് അതിലൂടെ നാം പ്രചോദനം ഉൾക്കൊള്ളുവാനും പാടുപെടണം. അതെ, പണ്ടുള്ളവരിൽ നിന്നിട്ട് പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേക്കാളും കൂടുതൽ നമുക്കൊക്കെ ചെറിയ ചെറിയ പരീക്ഷണമാണ് നന്നായി ശിക്ഷിച്ചു. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖ്സിം മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. അവരെ അഥവാ ഫറോവന്റെ ഖൗമിനെ പോലെ വർഷങ്ങൾ അവർക്ക് ക്ഷാമം നൽകിക്കൊണ്ട്, ഭക്ഷണം ഇല്ല, വെള്ളമില്ല, പ്രയാസപ്പെട്ടു. അതുപോലത്തെ പല പല പരീക്ഷണങ്ങൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിരുന്നു. എന്നിട്ട് അവര് ആ പരീക്ഷണങ്ങളിലൂടെ പാഠം ഉൾക്കൊണ്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അവരെ എന്ത് ചെയ്യാനാണ്? അതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതെ, മദീന ഇമാം തുടരുന്നു, നാം എന്ത് വേണം? ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടണം, അള്ളാഹുലേക്ക് പാശ്ചാത്തപിക്കണം, അള്ളാഹുലേക്ക് ധർമ്മം ചെയ്തുകൊണ്ട്, സദഖ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടണം. പണ്ടുള്ളതായ കാലഘട്ടങ്ങളിൽ അംവാസി എന്ന ആ രോഗം പിടിപെട്ട സന്ദർഭം, അംവാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും നാം കേൾപ്പിച്ചതാണ്. അംവാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേഗ് രോഗമാണ്. അതിൽ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, അങ്ങനെയുള്ള നമ്മുടെ നേതാക്കളൊക്കെ ആ മാരകമായ രോഗത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ പ്ലേഗ് രോഗത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ പ്ലേഗ് രോഗത്തിൽ 25,000-ഓളം പേര് ആ നാട്ടിൽ മരിച്ചു. സിറിയ പോലത്തതായ ഷാം ഭാഗത്തിൽ മരിച്ചു എന്നാണ്. പക്ഷേ അത് ഉയരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ കാട്ടുമ്പോലെ, അറിവില്ലാത്തവർ കാട്ടുമ്പോലെ പോക്കറ്റിൽ നിന്നിട്ട് ദിക്ർ പറഞ്ഞു കൊടുക്കലല്ല, പോക്കറ്റിൽ നിന്നിട്ട് ഇഷ്ടാനുസരണം ഇന്ന സൂറത്ത് ഇന്നത്തെ ഇത്ര തവണ ഇത്ര ദിവസം ഓതിയാൽ നമുക്ക് ഈ കൊറോണ മാറി കിട്ടുമെന്ന് പറയലല്ല, അല്ലെങ്കിൽ എന്റെ ശൈഖ് എനിക്ക് ഇജാസത്ത് തന്നു എന്ന് പറയാനെന്ന് പറയലല്ല. മറിച്ച് നമുക്കിവിടെ തയ്യാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച അദ്കാറുകളും പ്രാർത്ഥനകളും ധാരാളമുണ്ട്. അത് തന്നെ ഓതിക്കൊണ്ടിരിക്കുക, അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതല്ലാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് നാം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അത് വിദഅത്തായി മാറുന്നതാണ്. അതിന് യഥാർത്ഥത്തിൽ തെളിവും അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് നാം എന്ത് വേണം? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മദീന ഇമാം പറഞ്ഞതുപോലെ അള്ളാഹിലേക്ക് മടങ്ങുക. അതുപോലെ ഷാമിൽ കാട്ടിയത് എന്താണ്? അവർ ധാരാളം അള്ളാഹുവിന്റെ മുമ്പിൽ ധർമ്മം ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി ധർമ്മം ചെയ്തു. അങ്ങനെ ധർമ്മം വർദ്ധിപ്പിച്ചു അള്ളാഹു അവരിൽ നിന്നിട്ട് കോളരയെ ഉയർത്തുകയും ചെയ്തു, ആ രോഗത്തെ ദൂരപ്പെടുത്തുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ആ രൂപത്തിൽ നമ്മുടെ മുമ്പിലുള്ളതായ ഈ കൊറോണ, ഈ കോവിഡ് എന്ന രോഗം നമ്മിൽ നിന്നിട്ട് ദൂരപ്പെടാൻ, നമ്മോട് വിട വാങ്ങാൻ നാം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. എന്തിലൂടെ? ധർമ്മത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ, അപ്രകാരം തന്നെ അധികാരികളിലൂടെ, അതുപോലെ കൃത്യമായിട്ട് നമസ്കാരങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്ന നാടുകളിൽ പള്ളിയിൽ ചെന്നുകൊണ്ട് പുരുഷന്മാർ, സ്ത്രീകൾ പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ വേണ്ടി പാടുപെടുക. ഇതൊക്കെ മദീന ഇമാമ് ഉണർത്തിയതായ ഭാഗമാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പട്ടണവാസികളും ഇവിടെയുള്ള ജനങ്ങളും അവര് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അള്ളാഹു പറയുന്നു എന്ത് സംഭവിക്കും? വത്തഖൗ ലഫതഹനാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തിരുന്നേനെ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നിട്ടും ഭൂമിയിൽ നിന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. വലാകിൻ, സംഭവിക്കുന്നത് എന്താണ്? എന്ത് കൊറോണയിലൂടെ പരിശോധിച്ചാലും, എന്ത് രൂപത്തിൽ പരിശോധിച്ചാലും മടക്കമില്ല. തോന്നിവാസത്തിൽ തന്നെ നിൽക്കുന്നവർ അങ്ങനെ തന്നെ, അനാചാരം ചെയ്യുന്നവർ അങ്ങനെ തന്നെ, ബിദ്അത്ത് ചെയ്യുന്നവർ അങ്ങനെ തന്നെ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗം അങ്ങനെ തന്നെ, ഷിയാക്കളോട് പിന്തുടർച്ച കൈകൊണ്ടുകൊണ്ട് അവർ കാട്ടുമ്പോലെയുള്ളതായ അനാചാരങ്ങളും തോന്നിവാസങ്ങളും അനിസ്ലാമിക നേർച്ചകളും ഉറുസുകളും കാട്ടുന്നവർ അങ്ങനെ തന്നെ. ഒരു ചാഞ്ചില്ല, ഒരു വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ അപകടമാണ്. അള്ളാഹുവിന്റെ കോപ്പവും ശാപവും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പണ്ടുള്ളവരെ സംബന്ധിച്ച് അള്ളാഹ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന എന്താണ്? വലാകിൻ കദ്ദബൂ, പക്ഷേ
അവർക്ക് നാം ഇറക്കുന്ന പരീക്ഷണത്തിലൂടെ അവര് ശരിക്കും പാഠം പഠിക്കാതെ അള്ളാഹിലേക്ക് മടങ്ങാതെ അവർ ചെയ്യുന്നതിൽ തന്നെ അടിയുറച്ചു നിന്ന് അവർ തോന്നിവാസങ്ങൾ കാട്ടി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അവർ ചെയ്ത ക്രൂര കൃത്യത്തിന് പകരം അവരെ നാം പിടിച്ച് ശിക്ഷിച്ചു. അവരെ നമ്മുടെ ശിക്ഷ പിടികൂടി. അത് ദുനിയാവിൽ നിന്നിട്ട് തന്നെ അവർക്ക് കിട്ടിയതായ ശിക്ഷയാണ്. മുൻപന്മാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്ത് മുഹമ്മദിനോട് അള്ളാഹ്ക്ക് മൊത്തത്തിൽ എല്ലാ തെറ്റ് ചെയ്യുന്നവരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ഫലമായിട്ടാണ് നമ്മെ ദുനിയാവിൽ വെച്ചിട്ട് ശിക്ഷ ഇവിടെ ഇറക്കി നശിപ്പിക്കാത്തത്. പക്ഷേ നാം അർഹരല്ലാത്തത് കൊണ്ടായി അല്ല എന്നതുകൂടി നാം അടിവരായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് മാഫ് ചെയ്തു തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നാം നമ്മിൽ നിന്നിട്ട് ഇറങ്ങിയതായ ഈ കൊറോണയെ, ഈ പരീക്ഷണത്തെ നമ്മിൽ നിന്നിട്ട് അള്ളാഹു പെട്ടെന്ന് ഉയർത്തുമാറാകട്ടെ. അതിൽ പ്രയാസപ്പെട്ടവർക്കെല്ലാം, മുസ്ലിങ്ങൾക്കെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ.